ഹലോ അസ്സലാമലൈക്കും, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ബ്രെഡാണ് കേട്ടോ, ബ്രെഡും കൊണ്ടാണ് നമ്മളിന്ന് അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 2 സബോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സബോള ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇതുപോലെ ഉമ്മമാർ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ ഹാപ്പി ആവും കേട്ടോ, നമ്മളും ഹാപ്പി ആവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും കൂടി കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേണം കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചില്ലി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതന്നെ എടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചിക്കൻ ഇല്ലെങ്കിൽ ബീഫോ എന്താണെന്ന് വെച്ചാൽ അത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. എല്ലൊക്കെ ഒന്ന് നമുക്ക് ബ്രെഡിൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ പച്ചമണം മാറുന്നവരെ അധികം കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. സബോളയൊന്നും കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിക്കറാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ചില്ലി സോസും കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല, നമ്മൾ ടൊമാറ്റോ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് മയോണൈസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു നുള്ള് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. പിന്നെ ഒരു ബ്രെഡ് ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ബ്രെഡ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അധികം മുരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് മതിയാവും കേട്ടോ, ഇതുപോലെ ആക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാം ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് സ്പൂണും കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ അതവിടെ സെറ്റായിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത ബ്രെഡും കൂടി ഇതുപോലെ ഒന്ന് മുകളിൽ വെച്ച് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മയോണൈസാണ് വേണമെന്നുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. ചീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചീസും കൂടി വെച്ച് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും അടിപൊളി ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. അപ്പോൾ ഇതിന് ഇവിടെയൊക്കെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ, ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതിന് കാണാനും അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ചുമ്മാതെ അങ്ങ് കട്ട് ചെയ്ത് എടുത്താണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അടിപൊളി ടേസ്റ്റ്.